ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഷവമി റെഡ്മി 3S പ്രൈം ആണ്. സോ 3S പ്രൈം അനൗൺസ് ചെയ്തത് ഇന്ത്യയിൽ ഓഗസ്റ്റ് മാസത്തിലാണ്. ഇതൊരു പുതിയ ബഡ്ജറ്റ് ഓഫറിംഗ് ആണ് ഷവമിയിൽ നിന്ന്. ഇത് ഷവമി റെഡ്മി 2 പ്രൈമിൻ്റെ സക്സസറായി വേണമെങ്കിൽ പറയാം. റെഡ്മി 3S ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ഷവമീൻ്റെ ഇ-കൊമേഴ്സ് സൈറ്റായ me.com-ലും അവൈലബിൾ ആണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 8,999 ആണ്. 8,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. ഇതിൽ കുറേ നല്ല ഫീച്ചേഴ്സും നല്ല സ്പെസിഫിക്കേഷനും നല്ല പ്രോസസ്സറും എല്ലാം അടങ്ങിയ ഒരു ബഡ്ജറ്റ് ഓഫറിംഗ് ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി 3S പ്രൈം ആണ്. ഇത് ഗോൾഡ് വേരിയൻ്റ് ആണ് ഇന്ന് നമ്മുടെ വശമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡായ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൽ ഇറക്കിയ ഫോണാണ് റെഡ്മി 3S. ഇതിൽ 4G LTE ഉണ്ട്, 2 സിം കാർഡ് ഉണ്ട്, രണ്ടും 4G LTE എനേബിൾഡ് ആണ്. വോൾട്ടേജ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ HD ഡിസ്പ്ലേ ആണ്. 1280x720 പിക്സൽ ഡെൻസിറ്റിയുള്ള HD ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 430 പ്രോസസ്സറാണ്. ഇതൊരു പുതിയ പ്രോസസ്സറാണ്. 430 ഒരു ഒക്ടാ-കോർ ചിപ്പ് സെറ്റാണ്, അതായത് 8 കോറുള്ള ഒരു ചിപ്പ് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല പ്രോസസ്സിങ് കേപ്പബിലിറ്റീസും തരുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 430. ഇത് ഒരു പുതിയ പ്രോസസ്സറും കൂടി ആയത് കാരണം നല്ല പെർഫോമൻസും കാഴ്ചവെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 13 മെഗാ പിക്സൽ ക്യാമറയാണ് പുറകിലത്തെ ക്യാമറ. അതിൽ ഫേസ് ഡിറ്റക്ഷൻ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ അതൊരു ലേറ്റസ്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആണ്. പിന്നെ 5 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുണ്ട് സെൽഫീസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിൽ 4100 mAh ബാറ്ററിയാണ് ഉള്ളത്. അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു 1-1.5 ദിവസം സുഖമായിട്ട് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഹെവി യൂസ് ആണെങ്കിൽ പോലും ഒരു 1.5 ദിവസം ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു മോഡറേറ്റ് യൂസിൽ ഒരു 2 ദിവസത്തോളം ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ ഇതിലൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. പുറകിലത്തെ പാനലിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 6.0 മാർഷ്മെല്ലോ ആണ് വരുന്നത്. അതിൻ്റെ മുകളിൽ MIUI എന്ന് പറഞ്ഞ കസ്റ്റം റൂമാണുള്ളത്. MIUI 7.5 ആണ് ഇതിൻ്റെ വേർഷൻ. പിന്നെ ഇതിൻ്റെ റാം എന്ന് പറഞ്ഞാൽ 3 GB റാമാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 32 GB സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു നല്ല പാക്കേജാണ് 8,999 രൂപയ്ക്ക് ഷവമി കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കി ഇതിൻ്റെ ഫോണിൻ്റെ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും നോക്കാം. ഇതാണ് ബോക്സ് പാക്കിംഗ്. റെഡ്മി 3S പ്രൈം ആണ്. ഗോൾഡ് കളർ വേരിയൻ്റാണ് നമ്മുടെ കയ്യിൽ വശമുള്ളത്. അപ്പോൾ ഇതാണ് ഫോണ്. ഇത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഷവമി റെഡ്മി നോട്ട് 3 പോലെയാണ്. നിങ്ങൾക്ക് കാണാം കേർവ്ഡ് എഡ്ജസ് ആണ്. 4 സൈഡും കേർവ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ സ്പീക്കർ ഗ്രില്ല് പുറകിൽ താഴത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ്റെ ലോഗോ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇത് അൺലോക്ക് ചെയ്യാൻ എളുപ്പമായി അൺലോക്ക് ചെയ്യാവുന്നതാണ് ഫോൺ. പിന്നെ ക്യാമറ 13 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇത് LED ഫ്ലാഷും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഉള്ളതാണ്, റൈറ്റ് സൈഡിലുള്ളതാണ് പവറും വോളിയം കീസും ഇൻക്ലൂഡഡ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്കൊരു സിം ട്രേ ഉണ്ട്. സിം ട്രേ ഹൈബ്രിഡ് സിം ട്രേ ആണ്. അതായത് 2 സിം കാർഡും യൂസ് ചെയ്യാം അറ്റ് എ ടൈം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാം. അതാണ് ഹൈബ്രിഡ് സിം കാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഹൈബ്രിഡ് സിം കാർഡ് നിങ്ങൾക്ക് അറ്റ് എ ടൈം 2 സിം കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. 5 ഇഞ്ച് HD ഡിസ്പ്ലേ ഉണ്ട്. 3 കപ്പാസിറ്റി ബട്ടൺസ് ഉണ്ട്. പിന്നെ ചാർജിങ് എന്ന് പറഞ്ഞാൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ്. പിന്നെ മൈക്രോഫോണുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, അതായത് ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇൻഫ്രാറെഡ് ബ്ലാസ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് റിമോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ AC അല്ലെങ്കിൽ TVൻ്റെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ACൻ്റെയും ഫ്രിഡ്ജിൻ്റെയും TVൻ്റെയും റിമോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇൻഫ്രാറെഡ് സെൻസർ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്തൊരു ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് റെഡ്മി 3S പ്രൈം. ഇനി ഞങ്ങൾക്ക് ഇത് ഫോൺ ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർഫേസും കൂടെ നോക്കാം. ഇതാണ് ഷവമി റെഡ്മി 3S പ്രൈമിൻ്റെ ഇൻ്റർഫേസ്. ഇതാണ് MIUI ഇൻ്റർഫേസ്. ഇതിൽ കുറേ അഡീഷണൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ചൈൽഡ് മോഡ്, ലൈറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞ പല ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഇതിൽ എബൌട്ട് ഫോണിൽ കാണാം. ഇതിന് ആൻഡ്രോയിഡ് വേർഷൻ 6.0.1 മാർഷ്മെല്ലോ ആണ്. 3 GB റാം ഉണ്ട്. 32 GB അതായത് 32 GB സ്റ്റോറേജും ഉണ്ട്. അതായത് ലേറ്റസ്റ്റ് വേർഷനാണ്. ഇത് MIUIൻ്റെ വേർഷൻ ആണെങ്കിൽ 7.5 ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാമറയാണ്. 13 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു നല്ല ക്യാമറ തരുന്ന ഒരു ഫോണാണ് ഇത്. നമുക്കൊരു ക്യാമറ സാമ്പിൾ എടുത്ത് നോക്കാം.
നിങ്ങൾക്ക് കാണാം ഇപ്പം ഞാൻ എടുത്ത ക്യാമറ സാമ്പിൾ വളരെ നല്ല ക്യാമറ സാമ്പിളായി വന്നിട്ടുണ്ട്. പൊതുവെ ഞാൻ ഈ ക്യാമറ ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഈ ക്യാമറ നല്ല പെർഫോമൻസ് വരുന്നതാണ്. ഡേ ലൈറ്റ് ഷോട്ട്സും ലോ ലൈറ്റ് ഷോട്ട്സും എല്ലാം നല്ലതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്മാർട്ട് ഫോൺസേ ഉള്ളൂ നല്ല ക്യാമറ കാഴ്ചവെക്കുന്നത്. ഷാമി റെഡ്മി 3S പ്രൈം ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോണാണ്. 13 മെഗാ പിക്സലും 5 മെഗാ പിക്സലുമാണ് ഇതിന്റെ ക്യാമറ സെൻസേഴ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 4100 mAh ബാറ്ററിയാണ്. നല്ല കപ്പാസിറ്റി തരുന്ന ബാറ്ററിയാണ്. പിന്നെ നല്ല പെർഫോമൻസും തരുന്നതാണ്. 2 ദിവസം നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് യൂസിൽ നിങ്ങൾക്ക് 2 ദിവസം സുഖമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിന്റെ ബെഞ്ച് മാർക്ക് സ്കോർ, അതായത് AnTuTu ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 40,423 ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗണിന്റെ 430 എന്ന് പറഞ്ഞ പുതിയ ഒക്ടോകോർ ചിപ്പ് സെറ്റാണ്. 3 GB റാം ഉണ്ട്. നല്ലൊരു ബെഞ്ച് മാർക്ക് സ്കോറാണ്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിന് പറ്റിയ നല്ല ബെഞ്ച് മാർക്ക് സ്കോർ ഉണ്ട്. 40,423 എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു ബെഞ്ച് മാർക്ക് സ്കോറുമാണ്. പിന്നെ ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. ലാഗ് ഒന്നുമില്ല, ചൂടാവത്തുമില്ല ഫോണ്. ഒരുപാട് ഗെയിമിംഗ് ചെയ്താലും ആ ഫോൺ ചൂടാവുന്ന പ്രശ്നം ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണാണ് ഷാമിന്റെ റെഡ്മി 3S പ്രൈം. അപ്പോൾ ഇതിന്റെ ബോക്സിനകത്ത് വേറെ കാര്യങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ ഇതിനകത്തൊരു സിം ഇജക്ടർ പിൻ വരുന്നുണ്ട്. ഇതാണ് സിം ഇജക്ടർ പിന്ന്. ഈ സിം ഇജക്ടർ പിന്ന് സിം ട്രേ ഊരാൻ വേണ്ടിയിട്ടുള്ള ഇജക്ടർ പിന്നാണ്. പിന്നെ ഇതിൽ മാനുവൽസും വാറന്റി ഇൻഫർമേഷനും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ അവൈലബിൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ ഷാമിന്റെ mi.com അവൈലബിൾ ആണ്. പിന്നെ ഇത് ചാർജറാണ് വരുന്നത്. ചാർജർ ഹെഡ് സ്റ്റാൻഡേർഡ് ചാർജറാണ്. പിന്നെ ഒരു USB കേബിളും വരുന്നുണ്ട് ഇതിനകത്ത്. ഇയർഫോൺസ് ഒന്നും വരുന്നില്ല. ഷാമിന്റെ ബോക്സിൽ ഇയർഫോൺസ് വരുന്നില്ല. അത് സാധാരണ എനിക്ക് ഷാമി ഇയർഫോൺസ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ റെഡ്മി 3Sലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേറെ ഇയർഫോൺസ് മേടിച്ച് ഇതിനൊപ്പം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ്ങും നമ്മളൊരു ക്വിക്ക് ലുക്ക് ഷാമി റെഡ്മി 3S ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് വളരെ നല്ല ഫോണാണ്. ഇത് നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് നോക്കുന്നതെങ്കിൽ, അതായത് ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ 9,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫോണാണ് റെഡ്മി 3S പ്രൈം. നിങ്ങൾക്ക് മേടിക്കാം. നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഉണ്ട്, നല്ല ബാറ്ററി പെർഫോമൻസ് ഉണ്ട്. ഗെയിമിംഗ് ചെയ്യാനും അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഒരു പ്രോസസ്സറാണ്. പിന്നെ ഓവറോൾ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണ് ഷാമി റെഡ്മി 3S പ്രൈം. അപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പോൾ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ് കണ്ടത്. കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വേറെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബും ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.